യൂറിനറി ഇൻഫെക്ഷൻ കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ദാണ്ട് ഈ നാരങ്ങ നീര് ഈ വെള്ളത്തിലൊഴിച്ചൊന്ന് കുടിച്ചാൽ മതി. ആദ്യം തന്നെ എങ്ങനെയാണ് യൂറിനറി ഇൻഫെക്ഷൻ്റെ റിയാക്ഷൻ എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര നീറ്റൽ, പുകച്ചിൽ അതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മൂത്രത്തിന് അതികഠിനമായ ഈ പറഞ്ഞ ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൂത്രം ഒഴിക്കാൻ നല്ലപോലെ മൂത്രം ഒഴിക്കാൻ തോന്നുന്ന സമയത്ത് മൂത്രം മുഴുവനായിട്ട് പോകാതെ നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുന്ന ചില സിറ്റുവേഷനുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ്റെ കാരണങ്ങളാകാം. അപ്പോൾ നമുക്കിന്ന് യൂറിനറി ഇൻഫെക്ഷനെ ഒന്ന് പിടിച്ച് കേട്ടാൽ അതായത് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ദാണ്ടെ ഇതുപോലെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം. ഇത് വെള്ളരിയുടെ കഞ്ഞിവെള്ളമാണ്. നിങ്ങൾക്ക് ചുമതലയുടെ കഞ്ഞിവെള്ളം ആയാലും എടുക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക. അതിനുശേഷം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കുറച്ച് നാരങ്ങ എടുത്തിട്ട് നമുക്കൊരു ഇതിനകത്തേക്കൊരു കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, ഒരു ഇത്രത്തോളം നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പാണ് കേട്ടോ. ഉപ്പ് ഒരുപാടില്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മളിപ്പം കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാറില്ലേ ആ രീതിയിൽ ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് കുടിക്കുക. അതിനുശേഷം നിങ്ങൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം വേറെ വെള്ളം ഒന്നും കുടിക്കരുത്. ഇത് കുടിച്ചതിന് ശേഷം അതിനുശേഷം നമുക്ക് പിന്നെ എന്ത് വെള്ളവും കുടിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ ഓവറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ ചികിത്സ തേടണം. ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് തുടക്കക്കാർക്കൊക്കെയാണ്. കാര്യം ചെറിയ രീതിയിൽ മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ നീറ്റലൊക്കെ ഉണ്ടാകുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ അടിവയറ്റിലൊക്കെ ചെറിയ വേദന ഉണ്ടാകുക. ഇത് ഒരുപാടാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അപ്പം ഈ പറഞ്ഞ കൂടുതലും സ്ത്രീജനങ്ങൾക്കാണ് ഇപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഒരുപാട് കൂടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. ആവശ്യത്തിന് ഒരു ദിവസവും 1 മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വെള്ളം കുടിച്ചാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് ഉള്ളൊരു കാര്യം തന്നെ. അപ്പം നമ്മൾ കഞ്ഞോളം എടുക്കുക, അതിന് വെള്ളയരിയുടെ ആയാലും ചുമതലയുടെ ആയാലും വേണ്ടിയില്ല, കഞ്ഞോളം എടുക്കുക. ഈ പറഞ്ഞ പോലെ നല്ലപോലെ തണുക്കരുത്, ഒരു എള്ളം ചൂടയാകാവും, എന്നാൽ ചൂടാകുകയും ചെയ്യരുത്. ചൂടുവെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാൽ അത് വയറിന് വേറെ രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ചൂട് കഞ്ഞോളത്തിലേക്ക് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഉപ്പും ചേർത്ത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മിക്കവാറുള്ള വീടുകളിലൊക്കെ പറയാനുള്ളതാണ്, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ, അതുപോലെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാരൊന്നും ഇത് കുടിക്കേണ്ട. ചില ഗർഭിണികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷൻ വരാറുണ്ട്. അവരൊന്നും ഇത് കുടിക്കരുത്. അത് നമ്മൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പം പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിൽ പോലും നിങ്ങളിത് 1-2 വട്ടം, അതായത് ഒരുപാട് വേണ്ട, ഒരു ദിവസം കുടിച്ചാൽ നാളെ കുടിക്കേണ്ട, മറ്റന്നാൾ, അങ്ങനെ ഒരു 3 ദിവസം തന്നെ കുടിച്ചാൽ മതി. 3 ദിവസത്തിനപ്പുറം കുടിക്കുക വേണ്ട. 3 ദിവസം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷന് നല്ല റിലീഫ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഈ പറഞ്ഞ ഉപ്പും ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാണ്. കാര്യം ഇമ്മ്യൂണിറ്റി പവറൊക്കെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. ഓക്കെ, ബൈ.